ഇന്ന് നമുക്ക് കരിവല്ലൂരിന്റെ കഥ കേൾക്കാം. കരിവല്ലൂരിന്റെ സ്വന്തം ഭൂതത്തിന്റെ കഥ. നമ്മുടെ കരിവല്ലൂരിൽ പണ്ട് പണ്ട് പറയേണ്ട കുന്നിന്റെ മുകളിലായ ഒരു ഭൂതം താമസിച്ചിരുന്നു. കുട്ടികൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു പാവം ഭൂതം. നമ്മുടെ നങ്ങേലി മുത്തശ്ശിയുടെ ചെറുപ്പകാലമായിരുന്നു അത്. ഒരുപാട് പ്രാർത്ഥനകളുടെ ഫലമായി നങ്ങേലി അമ്മയ്ക്കൊരു പൊന്നുണ്ണി പിറന്ന കാലം. ഒരുപാട് സ്നേഹത്തോടെ വളർത്തിയ ഉണ്ണി അങ്ങനെ പള്ളിക്കൂടത്തിൽ പോകാൻ പ്രായമായി. അങ്ങനെ ഒരു നാൾ ഭൂതം ഉണ്ണിയെ കാണാനിടയായി. സുന്ദരനായ ഉണ്ണിയെ സ്വന്തം ഉണ്ണിയായി വളർത്തണമെന്ന് ഭൂതത്തിനൊരാഗ്രഹം തോന്നി. പക്ഷെ തന്റെ പേടിപ്പിക്കുന്ന രൂപം കണ്ടാൽ ഉണ്ണി ഭയക്കുമെന്ന് ഭൂതം വേദനയോടെ മനസ്സിലാക്കി. അതുകൊണ്ടൊരു സുന്ദരിയായ യുവതിയുടെ വേഷത്തിൽ ഭൂതം ഉണ്ണിയുടെ അരികിലെത്തി. പൂമ്പാറ്റകളും പൂക്കളും നിറഞ്ഞ ഒരു കുന്ന് മാന്ത്രിക വിദ്യ കൊണ്ട് അവന് കാട്ടിക്കൊടുത്തു. അങ്ങനെ ഉണ്ണി ഭൂതത്തോടൊപ്പം സന്തോഷത്തോടെ ചെന്നു. കളിപ്പിച്ചും കഴിപ്പിച്ചും ഭൂതം ഉണ്ണിയെ നല്ലവണ്ണം നോക്കി.